നമസ്കാരം. ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫൈവ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഈ റിലേഷന്റെ കാര്യത്തിൽ അവർ കൺഫ്യൂസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടെ അത്രയും സ്ട്രഗിൾസ് ആണ് ഈ റിലേഷനിലുള്ളത്, എപ്പോഴും പ്രശ്നങ്ങളാണ് ഈ റിലേഷനിലുള്ളത് എന്നുള്ളൊരു ചിന്തയിൽ അവർ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവർ കരുതുന്നത് അവരുടെ ലൈഫിൽ അവർ എപ്പോഴും ഹാപ്പി ആയിരുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അവരുടെ ലൈഫിലെ ഹാപ്പിനെസ് അവർക്ക് ഇല്ലാണ്ടായി. ഇപ്പോഴവരെപ്പോഴും ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നു, വിഷമിക്കുന്നു, എപ്പോഴും മാനസികമായിട്ടൊരു പെയിനിലൂടെയാണ് അവർ ഈ റിലേഷൻ കടന്നു പോകുന്നത് എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. കിങ് ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻ ആൾക്ക് വേണം എന്നുള്ള രീതിയിൽ ഇതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ അവരുടെ മൈൻഡിൽ ഈ റിലേഷനെ കുറിച്ചൊരു സ്ട്രോങ് ഡിസിഷനിലാണ് അവർ ഈ റിലേഷൻ ചൂസ് ചെയ്തിട്ടുള്ളത്, ഈ റിലേഷൻ വേണം എന്നുള്ള രീതിയിൽ ഇത് കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഫോർ ഓഫ് സോഴ്സ് എനർജിയാണ്. ഈ റിലേഷനിൽ എപ്പോഴും മാനസികമായിട്ട് ഒരു ഒറ്റപ്പെടൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ എപ്പോഴും ഒറ്റയ്ക്കാണ്. നിങ്ങൾ പേഴ്സന്റെ ആ ഒരു പ്രസൻസ് നിങ്ങൾക്ക്, സ്നേഹം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെന്നുള്ള ഫീൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ പേഴ്സണ് അവർക്ക് തോന്നുമ്പോൾ മാത്രം ഈ റിലേഷൻ അവൈലബിൾ ആവുകയും ഈ റിലേഷൻ ഡീൽ ചെയ്യുകയും ചെയ്യുകയാണ് എന്നുള്ള ഒരു പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത്. അപ്പം അതിന്റെ പേരിൽ നിങ്ങൾ ചിലപ്പം പരാതി പറയുന്നുണ്ടാവാം. അതാണ് അവർക്ക് ഈ റിലേഷനിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, ഒരു യൂസും ഇല്ല. എപ്പോഴും ഞാൻ ഈ റിലേഷനിൽ എപ്പോഴും ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നതെന്നുള്ള ഒരു പെയിൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ദ മജീഷ്യൻ കാർഡാണ്. ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് എനർജി യൂസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ചിലർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പിന്നെ ഒരു ഈവിളായി അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ നിങ്ങളുടെ റിലേഷൻ, നിങ്ങൾ ആ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നല്ല രീതിയിൽ റിലേഷൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് അതൊരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യം ഇല്ലായ്മ അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ നല്ല രീതിയിൽ പോകുന്നതിനൊരു ഇവിടെ കാണിക്കുന്നത് അവര് ഒരുപാട് നിങ്ങൾ തമ്മിലുള്ള റിലേഷനെ നെഗറ്റീവായിട്ട് കാണുക അല്ലെങ്കിൽ അസൂയയോടെ കാണുകയും അതൊക്കെ നിങ്ങളുടെ റിലേഷനെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 7 ഓഫ് കപ്സ് എനർജിയാണ്. അവർക്ക് ഈ റിലേഷൻ ചൂസ് ചെയ്യണോ വേണ്ടയോ, ഇതിൽ നിന്ന് മാറിപ്പോകണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഭയങ്കരമായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അവർക്ക് ഈ റിലേഷനിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. എപ്പോഴും ഈ റിലേഷനിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഈ റിലേഷൻ ഓക്കെ ആയി വരുന്നില്ല എന്നതിന്റെ ഭയങ്കര ഒരു പെയിൻ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോയി ശരിയാവും എന്നുള്ളൊരു പേടി അവർക്കുണ്ട്, കൺഫ്യൂഷൻ അവർക്കുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ലവേഴ്സ് കാർഡാണ്. എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് അത് ഈ റിലേഷനെ മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ തമ്മിൽ ഇപ്പം തൽക്കാലത്തേക്കൊന്ന് സെപ്പറേഷനിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു ഇമോഷണൽ കണക്ഷനും ഈ ഒരു ഫിസിക്കൽ അട്രാക്ഷനും ഒക്കെ ഈ റിലേഷനിൽ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഹെൽപ്ഫുൾ ആവുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്കുള്ളിലുള്ള ആ ഒരു സ്നേഹം നിങ്ങളെ ഈ റിലേഷനിൽ പിടിച്ചു നിർത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ദ വേൾഡ് കാർഡാണ്. ഈ റിലേഷനിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുണ്ടെങ്കിലും ഇതിലൊരു ചേഞ്ച് വരും മുന്നോട്ട് എന്നാണ് കാണിക്കുന്നത്. എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന് യൂണിവേഴ്സിന്റെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവുകയും മുന്നോട്ട് ഈ റിലേഷനിൽ ഒരു ചേഞ്ച് വരെയും ഒരു ന്യൂ സ്റ്റാർട്ട് ഈ റിലേഷനിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻ എപ്പോഴും ഒരു ഒറ്റപ്പെടലാണ് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി റിലേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് മാറുന്നു, ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ. കോംപ്രമൈസ് എന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വഴക്കിട്ട് മാറി നിൽക്കുവാണെങ്കിൽ ഒരു കോംപ്രമൈസ് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്.
ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ പേഴ്സൺ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷൻ മാറി വരുന്നതായിട്ടാണ് കാണുന്നത്. അവർ ഹെൽത്ത് വൈസ് ഓക്കെ ആയി വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ചോതി, ഏപ്രിൽ, നവംബർ, പൂരുട്ടാതി, ലെറ്റർ യു, പാലക്കാട്, ഭരണി, രോഹിണി, 1985, ലെറ്റർ സി, ലെറ്റർ എ, കാസർഗോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.